ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം, ഫിലിസ്ത്യർ ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി എവിടേക്കാണ് കൊണ്ടുപോയത്? അഷ്ദോദിലേക്ക്. ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയതാര്? ഫിലിസ്ത്യർ. ദൈവത്തിൻ്റെ പേടകം എവിടെ നിന്നു കൈവശപ്പെടുത്തിയാണ് ഫിലിസ്ത്യർ അഷ്ദോദിലേക്ക് കൊണ്ടുപോയത്? എബനേസറിൽ. ഫിലിസ്ത്യർ എന്തു കൈവശപ്പെടുത്തിയാണ് എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയത്? ദൈവത്തിൻ്റെ പേടകം. അഷ്ദോദിലേക്ക് ഫിലിസ്ത്യർ കൊണ്ടുപോയ ദൈവത്തിൻ്റെ പേടകം എവിടെയാണ് അവർ സ്ഥാപിച്ചത്? ദാഗോൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. ദൈവത്തിൻ്റെ പേടകം അഷ്ദോൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചതിൻ്റെ അടുത്ത ദിവസം പ്രഭാതത്തിൽ ജനങ്ങൾ കണ്ടതെന്ത്? ദാഗോൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിനു മുമ്പിൽ നിലത്തു മറിഞ്ഞു കിടക്കുന്നത്. ദാഗോൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിനു മുമ്പിൽ നിലത്തു മറിഞ്ഞു കിടക്കുന്നത് അഷ്ദോദിലെ ജനങ്ങൾ കണ്ടതെപ്പോൾ? ദാഗോൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം കർത്താവിൻ്റെ പേടകം സ്ഥാപിച്ചതിൻ്റെ അടുത്ത ദിവസം പ്രഭാതത്തിൽ. കർത്താവിൻ്റെ പേടകം സ്ഥാപിച്ചതിൻ്റെ അടുത്ത ദിവസം പ്രഭാതത്തിൽ ദാഗോൻ്റെ ബിംബം എവിടെ മറിഞ്ഞു കിടക്കുന്നതായാണ് ജനങ്ങൾ കണ്ടത്? കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ നിലത്ത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം ദൈവത്തിൻ്റെ പേടകം സ്ഥാപിച്ചതിൻ്റെ അടുത്ത ദിവസം പ്രഭാതത്തിൽ ജനങ്ങൾ കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ എന്തു നിലത്തു മറിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്? ദാഗോൻ്റെ ബിംബം. കർത്താവിൻ്റെ പേടകത്തിനു മുമ്പിൽ ദാഗോൻ്റെ ബിംബം നിലത്തു മറിഞ്ഞു കിടക്കുന്നത് കണ്ട അഷ്ദോദിലെ ജനങ്ങൾ ചെയ്തതെന്ത്? അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു. കർത്താവിൻ്റെ പേടകത്തിനു മുൻപിൽ നിലത്തു മറിഞ്ഞു കിടക്കുന്ന എന്തെടുത്താണ് അഷ്ദോദിലെ ജനങ്ങൾ യഥാപൂർവം സ്ഥാപിച്ചത്? ദാഗോൻ്റെ ബിംബം. നിലത്തു മറിഞ്ഞു കിടന്ന ദാഗോൻ്റെ ബിംബം അഷ്ദോദിലെ ജനങ്ങൾ യഥാപൂർവം സ്ഥാപിച്ചതിൻ്റെ പിറ്റേന്ന് അവർ ഉണർന്നപ്പോൾ കണ്ടതെന്ത്? പിറ്റേന്നും ദാഗോൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ മറിഞ്ഞു കിടക്കുന്നു. 2-ാം ദിവസവും കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ മറിഞ്ഞു കിടന്ന ദാഗോൻ്റെ ബിംബത്തിൻ്റെ തലയും കൈകളും എവിടെയാണ് കിടന്നിരുന്നത്? വാതിൽപ്പടിയിൽ. 2-ാം ദിനവും കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ മറിഞ്ഞു കിടന്ന ദാഗോൻ്റെ ബിംബത്തിൽ എന്തെല്ലാമാണ് അറ്റ് വാതിൽപ്പടിയിൽ കിടന്നിരുന്നത്? തലയും കൈകളും. 2-ാം ദിവസം കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ മറിഞ്ഞു കിടന്ന ദാഗോൻ്റെ ബിംബത്തിൽ അവശേഷിച്ചിരുന്നത് എന്ത്? ഉടൽ മാത്രം. അഷ്ദോദിലുള്ള ദാഗോൻ്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത് ആരെല്ലാം? ദാഗോൻ്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും. എന്തുകൊണ്ടാണ് ദാഗോൻ്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും അഷ്ദോദിലുള്ള ദാഗോൻ്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത്? ദാഗോൻ്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടന്നിരുന്നതിനാൽ. ദാഗോൻ്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും എവിടെയുള്ള ദാഗോൻ്റെ വാതിൽപ്പടിയിലാണ് ചവിട്ടാത്തത്? അഷ്ദോദിലുള്ള. അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവർക്ക് എന്തു വരുത്തിയാണ് കർത്താവ് അവരെ കഷ്ടപ്പെടുത്തിയത്? കുരുക്കൾ. എന്തു കണ്ടപ്പോഴാണ് ജനങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട എന്ന് പറഞ്ഞത്? അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവർക്ക് കുരുക്കൾ വരുത്തിയത് കണ്ട്. അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവർക്ക് കുരുക്കൾ വരുത്തിയത് കണ്ട് ജനങ്ങൾ പറഞ്ഞതെന്ത്? ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട. അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾക്ക് കുരുക്കൾ വരുത്തിയത് കണ്ട് കർത്താവിൻ്റെ കരം ആരുടെ മേലെല്ലാം പ്രബലപ്പെട്ടിരിക്കുന്നു എന്നാണ് ജനങ്ങൾ പറഞ്ഞത്? നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോൻ്റെയും മേൽ. ആരുടെ കരമാണ് നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോൻ്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു എന്ന് അഷ്ദോദിലെ ജനങ്ങൾ പറഞ്ഞത്? കർത്താവിൻ്റെ കരം. അഷ്ദോദിലെ ജനങ്ങളുടെ ദേവൻ ആര്? ദാഗോൻ.
അഷ്ദോദിലെ ജനങ്ങൾ ആരെ വിളിച്ചുകൂട്ടിയാണ് ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്? ഫിലിസ്തീയ പ്രഭുക്കന്മാരെ. അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾക്ക് കുരുക്കൾ വന്നതിന് ശേഷം ജനങ്ങൾ ഫിലിസ്തീയ പ്രഭുക്കന്മാരെ വിളിച്ചതെന്തിന്? ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം എവിടേക്ക് കൊണ്ടുപോകാമെന്നാണ് ഫിലിസ്തീയ പ്രഭുക്കന്മാർ പറഞ്ഞത്? ഗത്തിലേക്ക്. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടത്? ആരോട് ചോദിച്ചു? അഷ്ദോദിലെ ജനങ്ങൾ ഫിലിസ്തീയ പ്രഭുക്കന്മാരോട്. ദൈവത്തിൻ്റെ പേടകം അഷ്ദോദിന് ശേഷം ഏതു നഗരത്തിലെത്തിയപ്പോഴാണ് കർത്താവ് ആ നഗരത്തെയും ശിക്ഷിച്ചത്? ഗത്തിൽ. ദൈവത്തിൻ്റെ പേടകം ഗത്തിലെത്തിയപ്പോൾ ജനങ്ങൾ സംഭ്രാന്തരായതെന്തിന്? ആ ബാലവൃന്ദം ജനങ്ങളെല്ലാം കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടതിനാൽ. ഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ പേടകം എവിടേക്കാണ് അയച്ചത്? എക്രോണിലേക്ക്. കർത്താവിൻ്റെ പേടകം എവിടെ എത്തിയപ്പോഴാണ് തദ്ദേശവാസികൾ മുറവിളി കൂട്ടിയത്? എക്രോണിൽ. ദൈവത്തിൻ്റെ പേടകം എക്രോണിൽ എത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞതെന്ത്? നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ എന്ത് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് എക്രോണിലെ ജനങ്ങൾ പറഞ്ഞത്. ഇസ്രായേലിലെ ദൈവത്തിൻ്റെ പേടകം. ഇസ്രായേലിലെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്നാണ് എക്രോണിലെ ജനങ്ങൾ പറഞ്ഞത്? നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ. ദൈവത്തിൻ്റെ പേടകം എത്തിയ സ്ഥലങ്ങളിലെ തദ്ദേശവാസികൾക്ക് കുരുക്കൾ വന്നതിനാൽ ഫിലിസ്തീയ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി അവർ പറഞ്ഞതെന്ത്? ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം വിട്ടുകൊടുക്കുക. എന്ത് സംഭവിക്കാതിരിക്കാനാണ് ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം വിട്ടുകൊടുക്കുക എന്ന് ജനങ്ങൾ ഫിലിസ്തീയ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി പറഞ്ഞത്? നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ. ദൈവത്തിൻ്റെ പേടകം കൊണ്ടുവന്ന നഗരങ്ങളിൽ ജനങ്ങൾ സംഭ്രാന്തരാകാൻ കാരണമെന്ത്? ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചു കൊണ്ടിരുന്നു.